നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കണ്ടാലോ? വണ്ടിയാണ് നോർമലി സാധാരണ വണ്ടിയുള്ള അതേ ഒരു രീതിയിലാണ് ഇപ്പൊ കാർ ഉള്ളത്. ഒരു 5 സീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ബാക്കിൽ കുറച്ച് ലഗേജ് ഉണ്ട്, അത് നമ്മളെ ക്യാരിയറിലേക്ക് പോകും. ക്യാരിയർ വരുന്നേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ ബാക്കി നോർമൽ ആയിട്ടുള്ള ഒരു കാറ്, നോർമൽ 5 സീറ്റർ വണ്ടിയായി നമുക്ക് 5 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം, ട്രാവൽ ചെയ്യാം. അതായത് ഒരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് ഇപ്പൊ യാത്ര ചെയ്യാം. നമ്മള് ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം മോഡിഫിക്കേഷൻസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അപ്പൊ അത് ഇതിൽ വരുന്നില്ല. കാരണം നമുക്ക് സീറ്റിന്റെ എണ്ണം കുറക്കാം എന്നുണ്ട്, കൂട്ടാൻ പറ്റില്ല, കുറക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടായ ഒരു പ്രശ്നമില്ല, പോലീസ് പിടിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അപ്പൊ ഇത് 5 സീറ്റർ വണ്ടിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത് നമ്മളെ നമ്മുടെ ഫുള്ള് സെറ്റപ്പ് ബാക്കിലാണ്. ഇതിപ്പോ നമ്മള് ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി, ഡിക്കി ഓപ്പൺ ആക്കി ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ലഗേജ് സ്റ്റോറേജ് ഒക്കെ യാത്രയിൽ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ക്യാരിയറിൽ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഈ സെറ്റപ്പ് ഫുള്ളായിട്ടൊന്ന് മാറും. ഇവിടെയാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള സെറ്റപ്പുകൾ എല്ലാം കിടക്കുന്നത്. ഓക്കെ. ഇതെന്താണ് കാര്യം എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതൊരു ഡ്രോയറാണ്. ഫസ്റ്റ് ഇതന്നെ കാണിക്കാം. ഒരു ഡബിൾ ബർണർ ഗ്യാസ് ഉണ്ട് സെറ്റ് ചെയ്തിട്ട്, ഒരു ഡബിൾ ബർണർ ഗ്യാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് സ്പേസസ്, മസാല കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോയർ ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. അതിന് പകരമായിട്ട് ഈ ഒരു സൈഡിലുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാല് നമ്മള് വാഷ് ബേസിനായി. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. പാത്രങ്ങള് കാര്യങ്ങള് എല്ലാം സെറ്റ് ചെയ്യാനുള്ള സ്റ്റോറേജ് ആയി. കട്ടിങ്ങും ഡൈനിങ് വേണമെങ്കിൽ രണ്ടും യൂസ് ചെയ്യാം. രണ്ടിനും വേണ്ടിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സെറ്റപ്പ്. ഇതിപ്പോ കാര്യങ്ങള് സെറ്റാണ്. അതായത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്ത് ഭക്ഷണം അവിടുന്ന് പാകം ചെയ്യാം. ഞാനിപ്പോ ഒരു 1 വീക്ക് ആയിട്ട് ഇതില് ഉള്ളത്, ട്രാവലിംഗിലുള്ള. അപ്പൊ അടിപൊളിയാണ്, എല്ലാം സെറ്റാണ്, ഒരു മിസ്റ്റേക്സ് ഇല്ല. ഇതിന്റെ ഫോൾട്ട് എന്തൊക്കെയാന്ന് കണ്ടുപിടിച്ചാൽ അത് ചെയ്ത് മാറ്റാനുള്ള ഉടൻ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ബ്രോ, അപ്പൊ എനിക്കൊരു ഡൗട്ടുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇത് തുറക്കുമ്പോ വെള്ളം വരുന്നുണ്ട്, പക്ഷെ മേലില് വെള്ളമൊന്നും കാണാനില്ല, ടാങ്ക് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഹിഡൻ ആണ്. ഈ ഒരു മൂലയിലായിട്ട് നമുക്കൊരു 20 ലിറ്റർ വാട്ടർ സ്പേസ് ഉണ്ട്. 2 സൈഡിലായിട്ട് 40 ലിറ്ററിന്റെ. ഇപ്പൊ അതിന്റെ ടാങ്കിന്റെ പണി കൂടി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 20 ലിറ്ററിന്റെ ചെറിയൊരു പോർട്ടബിൾ ക്യാനിലാണ് വെള്ളം ഉള്ളത്. അതായത് ഇത് കുടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുടിക്കാനും അതായത് 40 ലിറ്റർ വെള്ളം എപ്പോഴും വണ്ടിയിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല. ചെറിയൊരു കുളിക്കാനുള്ള ഒരു സെറ്റപ്പും ഈ വണ്ടിയിൽ തന്നെ ഉണ്ട്. അടിപൊളി. അതും കൂടി ഒന്ന് നമുക്ക് കാണാം. കാരണം ഇപ്പൊ ഈ വെള്ളം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു 20 ലിറ്റർ 40 ലിറ്ററിന്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ടാങ്ക് കപ്പാസിറ്റി ഇപ്പൊ സൗണ്ട് കേൾക്കുന്നത് മോട്ടറിന്റെ ഓട്ടോമാറ്റിക് മോട്ടറാണ്, എയർ കംപ്രസ്ഡ് മോട്ടറാണ്. നമ്മള് പൈപ്പ് തുറന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി വെള്ളം വരും. വെള്ളം വന്ന് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് എയർ ടൈറ്റ് ആയിട്ട് മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫായി അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടോ ഇത് എങ്ങനെ കുളിക്കാന്ന്? ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് കുളിക്കുമ്പോ ഇപ്പൊ ഞാനും കുട്ടികളൊക്കെ പോകുമ്പോ എങ്ങനെ കുളിക്കാന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതിനായിട്ട് നമ്മളത്തെ ഒരു ചെറിയൊരു സാധനം ഉണ്ട്. ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്ത് ഹബ്ബ് എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു ചെറിയൊരു ടെന്റാണ്, പോർട്ടബിൾ ടെന്റാണ്. ഇത് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡോട് സംഭവം തീരും. അപ്പൊ ഇത് അതായത് നമുക്ക് ടെന്റ് ഇതാക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ഓപ്പൺ ആക്കേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ. ടെന്റ് റെഡിയായി. അങ്ങനെ ഇരുന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, കയറി നോക്കട്ടെ ഞാൻ. നല്ല സുഖമായിട്ടുണ്ട്. അതെല്ലേ? അടിപൊളി. ഞാൻ ഇതിന് വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ടോയ്ലറ്റ് നമ്മളെ വണ്ടിയിലുണ്ട്, സെറ്റപ്പാണ്. ടോയ്ലറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ഷവറിംഗും ഉണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കും. നമുക്ക് ഫസ്റ്റ് ഒന്ന് ഷവറിംഗ് നോക്കാം. ഇത് കാറിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മോട്ടറിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് കണക്ഷനാണ്. അവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് കിച്ചൺ ആവശ്യത്തിന് യൂസ് ചെയ്യാം, കുടിവെള്ളം പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് കുളിക്കാനും ബാക്കിയുള്ള സാധനത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്ന് മേലെ ടെന്റിന്റെ മുകളിലൂടെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അടിയിലേക്ക് സംഭവം വന്നു. ഇനി കുളിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാണ്. ഇതിപ്പോ സാധാരണ നമ്മൾ കുളിക്കുന്ന രീതിയിലേക്കായി. ഇത്
പ്രഷറിലായി നമുക്ക് സാധാരണ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് ഇത് സാധാരണ മിസ്റ്റ് ഓൾ ഇൻ വൺ ആണ് സംഭവം. സാധാരണ വീണ്ടും ഷവറിന് ആ ഒരു രീതിയിൽ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ടോയ്ലറ്റും കൂടെ ടോയ്ലറ്റും കൂടി എടുക്കാം. ഡെയിലി യൂസിനല്ല, നമ്മൾ എമർജൻസി യൂസിനൊക്കെ ഈ ഒരു ടോയ്ലറ്റ് കെമിക്കൽ ടോയ്ലറ്റ് ആണ്, അതുകൊണ്ട് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന് വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒന്നുമില്ല. ഈ ഒരു സീറ്റിംഗ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാണ്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇതൊന്ന് ഫോൾഡ് ചെയ്തു, ദെൻ ഉള്ളിലേക്ക് വരാം. ഓ, ഇവിടെ വേറൊരു സെറ്റപ്പും കൂടി ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോയ്ലറ്റ് ഇങ്ങനെ ഇരുന്ന് യൂസ് ചെയ്യാം. അടിപൊളി ടോയ്ലറ്റ് നമുക്ക് ഇങ്ങനെ സെറ്റായി. ഏன்னா അഥവാ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു കുനിഞ്ഞിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ടോയ്ലറ്റ് പോർട്ടബിൾ ആണ്. ഇത് എടുത്തിട്ട് നമുക്ക് ടെന്റിൽ യൂസ് ചെയ്യാം. അതായത് ഇതിന് സെപ്പറേറ്റ് ടാങ്ക് ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. വാട്ടർ ഗണ്ണടക്കുണ്ട്, എല്ലാം അടക്കാന ഫുൾ എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ടോയ്ലറ്റ് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കുക. നമ്മളെ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ സെറ്റപ്പാണ്. നമ്മള് എടുത്തിട്ട് നമ്മുടെ ടെന്റിൽ കൊണ്ടിടാം, ടെന്റിൽ അങ്ങ് കൊണ്ടുവെക്കുക. നമുക്ക് സുഖസുന്ദരായിട്ട് ഏത് സ്ഥലത്ത് വെച്ചിട്ടും നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാം. അടിപൊളി അടിപൊളി സംഭവം. നമുക്ക് ഒന്നുമില്ല, ഇതില് വാട്ടർ ഗണ്ണും ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, ഫ്ലഷ് ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ഇതിന്റെ കെമിക്കല് താഴത്ത് പോകും. ഇതില് ഇവിടെയാണ് വാട്ടർ സ്റ്റോറേജ് ഉള്ളത്. സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഈ ഒരു പരിപാടി ഇപ്പൊ അതായത് കുളിക്കേണ്ട സെറ്റപ്പ് കണ്ടു, ടോയ്ലറ്റ് കണ്ടു, കിച്ചണും കണ്ടു. പക്ഷെ ഇതിനോട് കൂടി തീരുന്നില്ല നമ്മുടെ പരിപാടി. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അതായത് പഴയ അവസ്ഥയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. രാത്രി അടുത്ത സ്റ്റെപ്പ് ഉറക്കാണ്. അതിന് ഞാൻ ജസ്റ്റ് ഇത് സിമ്പിൾ ആയിട്ട് ഉള്ളിലേക്ക് ഒന്ന് തള്ളി അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചു. സംഭവം ഫിനിഷ്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പഴയ അവസ്ഥയിലേക്കായി നമുക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കാം. ഓക്കെ, അതിന് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം, സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. സീറ്റ് ഞാൻ ഇത് ഫുൾ ഫോൾഡബിൾ സീറ്റ് ആണ്. ഫോൾഡ് ചെയ്തിട്ടു. ഇനി ജസ്റ്റ് ഇതിനൊരു ചെറിയൊരു കർമ്മുള്ളത് ക്ലാമ്പാണ്. ക്ലാമ്പ് ചെയ്ത് വെക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു മടക്കി വെക്കുന്ന സംഭവം ഹോൾഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ക്ലാമ്പിങ്. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ല? അതായത് നമുക്ക് ഇന്നോവയിൽ നമുക്കൊരു സപ്പോർട്ടീവായിട്ട് ഉണ്ടായതാണ് ഒരു ക്ലാമ്പ് വെക്കാനുള്ള ഒരു സ്പേസ് സീറ്റിന്റെ അടിയിൽ. അതൊരു നല്ലൊരു ഉപകാരമായി. പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലാമ്പ് അടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലാമ്പ് ഒന്ന് ഇടിച്ച് സെറ്റാക്കി ഇട്ടു. എല്ലാം ഇതൊരു 15 ഡേയ്സിനുള്ളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. 15 ദിവസമാണ് ഇപ്പൊ ഈ ഒരു പരിപാടിക്ക് ഞാൻ ഇറങ്ങിയിട്ട് ആയത്. നെക്സ്റ്റ് വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് അതായത് ഈ ഒരു പലക ഈ ഒരു എല്ലാം പ്ലൈയിലാണ് തീർത്തിട്ടുള്ളത്. ഇതിനെ ജസ്റ്റ് ഫോൾഡിങ് ചെയ്ത് നിർത്തിയെടുക്കാം. സംഭവം നമ്മളെ ഇത് സെറ്റായി. അതായത് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം, സുഖസുന്ദരായിട്ട്. ഒരാൾക്കല്ല, ഇതിപ്പോ മാറും, ഇനിയും മാറാൻ. അതെല്ലേ, ഇനി കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട്. നമുക്കിതില് ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടർ സിസ്റ്റം എക്സ്ട്രാ ബാറ്ററി, ഒരു 100H എക്സ്ട്രാ ബാറ്ററി ഈ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നോർമൽ രീതിയിൽ നമ്മളെ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു 5 ഡേയ്സ് ബാക്കപ്പ് എന്തായാലും കിട്ടും. അപ്പൊ ഇനി ഇതിന്റെ ബെഡിന്റെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഇതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് വേറൊന്നല്ല, നമ്മളെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് നിർത്തി പിരിച്ചു. ഒന്നുമില്ല, അതിന്റെ സിബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ നിർത്തി കിട്ടുമ്പോഴേക്കും ഒരു 6x4 എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പിലേക്കായി. അതായത് ഒരു കുടുംബത്തിന് കഴിയാനുള്ള ഒരു കെറ്റിലായി. നമ്മളിവിടെ ഇതില് ഫാനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഒന്ന് എക്സോസ് ആയിട്ടും, ഇത് ഡബിൾ ഫാനാണ്, ഹൈ സ്പീഡ് ഡബിൾ ഫാനാണ്. ഒന്ന് നമുക്ക് കാറ്റ് ഉള്ളിലേക്ക് തരാനും, ഒന്ന് പുറത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. 360 ഡിഗ്രിയാണ് ഇത്. അപ്പൊ ഒന്ന് പുറത്തേക്ക് കൊടുത്തിട്ട് ഗ്ലാസ് ശകലം തുറന്നു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉള്ളില് ഉള്ള ചൂടൊക്കെ പുറത്ത് പോവുകയും ചെയ്യും, പുറത്തുള്ള തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ആ രീതിയിൽ ഒരു ക്ലാമ്പിംഗ് സിസ്റ്റം ഫാനാണ് ഇതിപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ പ്ലഗ് പോയിന്റ്സ് വന്നിട്ടുണ്ട്. പ്ലഗ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് 3 വാട്ട്സിന്റെ 2 LED ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 വാട്ട്സിന്റെ 2 LED ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിക്കിന്റെ മേലായിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു 10 വാട്ട്സിന്റെ LED ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അതായത് അടിയിലേക്ക് കിട്ടാൻ പാകത്തിന്, ഇപ്പൊ ഭക്ഷണം രാത്രി പാകം ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിട്ട്. ജസ്റ്റ് കിടന്നു വെച്ചാലോ നമുക്ക്. ശരി.
ഇപ്പൊ രാത്രിയിൽ നമ്മൾ എന്താക്കും ഈ ചെരുപ്പൊക്കെ പുറത്തു വെക്കാൻ വേണ്ടി പറ്റൂല, വേണമെങ്കിൽ സേഫ് ആയിട്ട് എവിടെയെങ്കിലും വെക്കാൻ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ്, ചെറുതല്ല നല്ല വലുതാണ്. എന്ത് കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു ചെറിയൊരു സ്റ്റോറേജ് ആയി അവിടെ മൂടി കിടന്നോളൂ, ഒന്നും കാണാനൊന്നുമില്ല, ഒരു ഭംഗി കിടന്നതിന് വരുന്നില്ല. അപ്പൊ രണ്ട് രീതിയിൽ കയറാം, ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ കയറാം. ഞാൻ ബാക്കിൽ നിന്ന് തൽക്കാലം കയറാം. ഓക്കെ, തലയിടിക്കാൻ നോക്കണല്ലേ. ഈ ഒരു ഹൈറ്റ് ആണ് ഇതിന്റെ ഒരു ഇതായിട്ട് പറയാം. അല്ല, ഞാനൊക്കെ ഉറക്കത്തില് റൂമിലാന്ന് ചോദിച്ചാൽ എണീറ്റ് നടക്കണം. അതായത് ഞാനിപ്പോ 5.9 ഉണ്ട്, എന്റെ കാല് വെച്ചിട്ട് ഇപ്പോഴും ബാക്കിയാണ് സ്പേസ് അതായത് 6 അടി കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ട്. പ്ലഗ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാർജിങ്, നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ചാർജിങ് വേണ്ടത്. അതുകൊണ്ട് ഇത് ഉറങ്ങുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന നമുക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ഇതിനെ എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം. അപ്പൊ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനം ബാക്കിലായിരിക്കും, ഈ സ്പീസ് ഈ പോയിന്റ് ഒക്കെ ബാക്കിലേക്ക് പോകും. ആ ഒരു രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഫാൻ ഇവിടെ ഉണ്ട്, ഫാൻ നമുക്ക് സുഖമായിട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതൊക്കെ എക്സോസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 പേരുണ്ടെന്ന് വിചാരിച്ചു. 4 പേരുള്ള സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് 2 പേർക്ക് സുഖസുന്ദരമായിട്ട് ബാക്കിൽ റെസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരാൾക്ക് ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം, ഒരു ഡ്രൈവർക്കും ഒരു കോ ഡ്രൈവർക്കും ഇവിടെ സീറ്റിലിരിക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് സുഖസുന്ദരമായിട്ട് 3 പേർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. ആ രീതിയിലാണ്. 5 പേർക്ക് അറ്റ് എ ടൈം യാത്ര ചെയ്യാം. കിടക്കാനാണെങ്കിൽ 2 പേര് 3 പേര് വരെ കിടക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ 2 അഡൽട്സ് 2 ചൈൽഡെല്ലായിട്ട് കിടക്കാം. ആ രീതിയിലാണ്. അപ്പോ ഇതാണ് നമ്മളെ ഒരു ചെറിയൊരു മിനി ഹോം സെറ്റപ്പ്. സംഭവം പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു.